മലക്കുകളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വാതിലുകൾ മലർക്ക് തുറക്കപ്പെടുകയാണ്. ആ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഖാല ലഹും ഖസനതുഹാ, സ്വർഗ്ഗത്തിന്റെ പാടാവുകാരായ മാലാഖമാര് വന്നിട്ട് പറയുന്നു, സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ സുമർ എഴുതി വെച്ചോ കൂട്ടരെ. അല്ലാഹു പറയുന്നു, സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. മലക്കുകൾ സലാം പറയാ, മലക്കുകൾ സലാം പറയാ. അത് വേണമെങ്കിൽ ഇവിടെ നമ്മൾ സലാം പറയണം കാണുമ്പോൾ, ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സലാം പറഞ്ഞാൽ കണ്ടിട്ട് സലാം പറയാത്തവന് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല, ഹറാമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കണ്ടാല് സലാം പറയാത്തവന് സ്വർഗ്ഗം കിട്ടൂല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ സ്വർഗ്ഗത്തിൽ പോകൂല. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാകില്ല. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാം, അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങളുടെ സലാം പ്രചരിപ്പിച്ചു. സലാം പ്രചരിപ്പിച്ചില്ലെങ്കിൽ ഇഷ്ടം കൂടൂല, ഇഷ്ടം കൂടിയില്ലെങ്കിൽ മോമിനീങ്ങളാവൂല, മോമിനീങ്ങളായില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. ബാക്കി നമുക്ക് പറയാം. എന്റെ സഹോദരങ്ങളെ, അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സ്വർഗ്ഗത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ മാലാഖമാര് സലാം പറയുകയാണ്. ഇത് നാലാമത്തെ പ്രത്യേകത. അഞ്ചാമത്തെ പ്രത്യേകത അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സ്വർഗ്ഗത്തിൽ എല്ലാവരും കടന്നു വന്നു, സ്വർഗ്ഗത്തിൽ എല്ലാവരും കടന്നു വന്നു. അല്ലാഹു തആല സ്വർഗ്ഗമൊക്കെ അടച്ചിനി ആരുമില്ല. ശഫാഅത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് എല്ലാവരെയും തകത്താക്കി. എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നു. രണ്ട് ഭാര്യമാര്, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, കള്ളാറ് തേനാറ് അതുപോലെ പാലാറ്, എല്ലാത്തിലും മുങ്ങി കുളിച്ച് എല്ലാവരും സന്തോഷമായിട്ട് കഴിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോയാൽ നമ്മൾ ഒരു കഷ്ടപ്പാടുമില്ല, എല്ലാ സന്തോഷമാണ്. കൊതിക്കുന്ന പഴ മടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടനെ മുളയ്ക്കുന്നതാ കുറയണ്ട, പറക്കുന്ന ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ നീ അറിയണ്ട. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെ പഴോ അതിനോട്. അതിലേക്ക് നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിൽ ഒരു ആപ്പിള കഴിക്കണമെന്ന് കരുതിയാ, ഒരു മുന്തിരി കടിക്കണമെന്ന് കരുതിയാ, എന്റെ പ്രിയമുള്ളവരെ, നീ കയറണ്ട, പോകണ്ട, വിഷമിക്കണ്ട. ആ ആപ്പിള് മരത്തിന്റെ ശിഖരം, റുമ്മാ പഴത്തിന്റെ ശിഖരം നിന്റെ നേരെ പാഞ്ഞു വരികയാണ്. അതിൽ നിന്ന് നീ ഒന്ന് പറിച്ചാ അവിടെ വീണ്ടും അതിന്റെ ഇരട്ടി അല്ലാഹു സൃഷ്ടിക്കുകയാണ്. അതിൽ നിന്ന് നീ ഒരു കടി കടിച്ചാ, ഒന്നാമത്തെ കടിയുടെ രുചിയല്ല രണ്ടാമത്തെ കടിക്കുള്ളത്, രണ്ടാമത്തെ കടിയുടെ രുചിയല്ല മൂന്നാമത്തെ കടിക്കുള്ളത്, ഒരു പഴത്തിന്റെ രുചിയല്ല അടുത്ത പഴത്തിനുള്ളത്, ഒരു കൊലയുടെ പഴപ്പിന്റെ രുചിയല്ല അടുത്ത കൊലയുടെ പഴപ്പിനുള്ളത്, ഒരു വൃക്ഷത്തിന്റെ കൊലയുടെ പഴപ്പിന്റെ രുചിയല്ല അടുത്ത വൃക്ഷത്തിന്റെ കൊലയുടെ പഴപ്പിനുള്ളത്. കാണുമ്പോൾ ഉമ്മ പോലെ ഇരിക്കും. പരസ്പര സാദൃശ്യമുള്ള പഴമാണ് കൊടുക്കുന്നത്, പക്ഷേ രുചി വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള സ്വർഗ്ഗത്തിൽ നീ ആറാടുമ്പോ, സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എല്ലാമായി. അങ്ങനെ സ്വർഗ്ഗത്തിൽ ഇവൻ നല്ലതുപോലെ ജീവിക്കുമ്പോൾ അല്ലാഹു വന്നിട്ട് ചോദിക്കുന്നു, തുരീരൂന ശൈആ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവരല്ലാഹയെ മറന്നുപോയി. കാരണം സുന്ദരിമാരായ ഭാര്യമാരെ കണ്ടപ്പോ, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കണ്ടപ്പോ, അരുവി കണ്ടപ്പോൾ, മദ്യം കണ്ടപ്പോ, എല്ലാം കണ്ടപ്പോൾ അത് മാത്രമാണെന്ന് കരുതി പോയിട്ട് അവര് പറയുന്നു, ഞാനും നിങ്ങളും പറയുന്നതാണ്, എന്റെയും നിങ്ങളുടെയും അവസ്ഥയാണ് എന്റെ സഹോദരങ്ങളെ. അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുവേ അലം തുബയ്യിൽ വുജൂഹനാ,
ഞങ്ങളുടെ മുഖത്ത് നീ വെളുപ്പിച്ചില്ലേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ചിലരുടെ മുഖം പ്രകാശിക്കും, ചിലരുടെ മുഖം കറുത്തുപോകും. കറുത്തുപോയവരാണ് നരകാവകാശികൾ, വെളുത്തുപോയവരാണ് വിശ്വാസികൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ച തമ്പുരാനോട് നവാസുമന്നാന് ചോദിക്കും, ആദരണീയരായ ഉസ്താദുമാര് അതുപോലെ നിങ്ങൾ ചോദിക്കുന്നു, അലം തുബയ്യിൽ വുജൂഹനാ, അല്ലാഹുവേ ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശിപ്പിച്ചില്ലേ, വലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയില്ല റബ്ബേ, വതുനജ്ജിനാ മിനന്നാർ, കത്തിക്കാളുന്ന കപ്പിയെരിയുന്ന നരകത്തെ തൊട്ട് നീ ഞങ്ങളെ രക്ഷിച്ചില്ല അല്ലാ. ഇനി എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പെങ്ങളെ സ്വർഗത്തിൽ പോയി മുഖം പ്രകാശിച്ച് അല്ലാഹു നരകത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗം തന്നാൽ എന്റെ പൊന്നുമോളെ നിനക്കല്ലാഹു തരുന്ന കാര്യം തീർന്നില്ല. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടാ മനസ്സുള്ള, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരങ്ങള്, വിപ്ലവം എന്ന് പറഞ്ഞാൽ, ജിഹാദ് എന്ന് പറഞ്ഞ നമ്മുടെ ചെറുപ്പക്കാര് വന്നിട്ട് പറയും, ഉസ്താദേ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം കൂടുതലാണ്, പ്രസംഗിക്കണം, സ്ത്രീകളുടെ വസ്ത്രധാരണം വല്ലാതെ കടുത്തുപോയി പ്രസംഗിക്കണം, ഞങ്ങളുടെ കൂട്ടുകാര് മദ്യപാനികളാണ് പ്രസംഗിക്കണം, ഞങ്ങളുടെ കൂട്ടുകാര് വിഭജിക്കാൻ പോകുന്ന പ്രസംഗിക്കണം. ഇതാണ് വിപ്ലവം എന്റെ സഹോദരങ്ങളെ, ഇതാണ് വിപ്ലവം എന്റെ പ്രിയമുള്ളവര്. സ്വന്തം സഹോദരനെ കൂടി സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവര് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ സ്വർഗത്തിൽ അല്ലാഹു തആല എല്ലാം തരുമ്പോൾ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോ പടച്ച തമ്പുരാനോട് നമ്മൾ പറയുന്ന മറുപടി, അല്ലാഹുവേ ഇനി എന്താ കിട്ടാറുള്ളത് എന്ന് ചോദിക്കുമ്പോ പടച്ച തമ്പുരാന്റെ പുണ്യപ്രവാചകൻ അവിടത്തെ പൊൻചെമ്പക പൂ ചുണ്ടനക്കിക്കൊണ്ട് പറയുകയാണ്, ഫയുഖ്സഫുൽ ഹിജാബ്, അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഒരു മറയുണ്ട് പെങ്ങളെ, അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ മറയുണ്ട് കൂട്ടുകാരെ. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തൂർ സീനാ പർവ്വതത്തിന്റെ ചുവട്ടിൽ വെച്ച് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അല്ലാഹുമായി സംസാരിച്ചതിന് ശേഷം ഒരു ദിവസം റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ ഒന്ന് സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസ നബിയോട് അല്ലാഹു പറഞ്ഞത്, മൂസ നബിയേ ബൈനി വ ബൈനക അൽഫു ഹിജാബ്, എന്റെയും അങ്ങയുടെയും ഇടയിൽ 1000 മറകൾ ഉണ്ടായിരുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, മറകൾ ധാരാളമാണ്. ഒരു പ്രവാചകന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ പോലും മറകൾ 1000 ഉണ്ടായിരുന്നെങ്കിലോ, എന്നാൽ എന്റെയും നിങ്ങളുടെയും ഇടയിൽ അല്ലാഹുവിന്റെ മറയില്ലേ? സ്വർഗത്തിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുന്ദരിയായ ഭാര്യ 2 എണ്ണം അല്ലാഹു തരുന്നു, അതുപോലെ തന്നെ സുന്ദരിമാരായ ഹൂറാനികളെ തരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഹൂറാനികളായ സ്ത്രീകള്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്പാലയിലുള്ള, അതല്ലെങ്കിൽ മണത്തലയിലുള്ള, അതല്ലെങ്കിൽ ചാവക്കാടുള്ള, അതല്ലെങ്കിൽ തൃശ്ശൂരുള്ള പെങ്ങളെ പോലെയല്ല ഹൂറാനികളായ പെണ്ണുങ്ങള്. അവർക്കുള്ള മോനുപെല്ലിന്റെ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ടേ. ഹൂറാനികളായ പെണ്ണുങ്ങളുടെ സൗന്ദര്യം എത്രയാണ്! അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുറാ മുഖ്സുഖിഹാ മിൻ വറാഇൽ ലഹ്മി, കണ്ണങ്കാലെന്ന് നോക്കിയാൽ, മുട്ടിന് താഴോട്ടുള്ള കാലിന്റെ ഭാഗമെന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ആ തൊലിയിലൂടെ മാംസം കാണാ, മാംസത്തിലൂടെ എല്ല് കാണാ, എല്ലിലൂടെ എല്ലിന്റെ ഉള്ളിലുള്ള മജ്ജ കാണാ. അത്രത്തോളം സുന്ദരികളല്ലേ ചെറുപ്പക്കാരാ! ഇനി എന്തേ തൊലി വെളുത്ത പെണ്ണിന്റെ പിറകെ പരക്കം പായുന്നു? എന്തിനാ എന്റെ ചെറുപ്പക്കാരാ വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്ന വെളുത്ത പെണ്ണിന്റെ പിറകെ പോകുന്നത്? അതൊന്ന് നീ അടക്കിയാ, അതൊന്ന് മാറ്റിയാ, അല്ലാഹു നിനക്ക് തരുന്ന പെണ്ണ് ഹൂറാനികളായ പെണ്ണ. ഇതെല്ലാം കിട്ടുമ്പോൾ അല്ലാഹു ചോദിക്കുന്നു, മതിയോ പടച്ചോനെ, ഇനി എന്താ ഉള്ളത്? അല്ലാഹു മറയങ്ങ് മാറ്റുമ്പോൾ അതാ പടച്ച തമ്പുരാ നമ്മളുടെയും നമ്മുടെയും അവന്റെയും ഇടയിലുള്ള മറയങ്ങ് മാറ്റുമ്പോ അഞ്ചാമത്തെ പ്രത്യേകത അവിടെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ മറയങ്ങ് മാറ്റുമ്പോ അതാ എന്തോ ഒന്ന് നിൽക്കുന്നു. ആരാ? ഈ പടച്ചോന് വേണ്ടിയല്ലയോ നമസ്കരിച്ചത്? ഈ അല്ലാഹ്ക്ക് വേണ്ടിയിട്ടല്ലയോ തൊണ്ട പൊട്ടി കീറി നോമ്പ് പിടിച്ചത്? ഈ അല്ലാഹ്ക്ക് വേണ്ടിയല്ലയോ കഷ്ടപ്പെട്ടത്? ഈ പടച്ചോന് വേണ്ടിയിട്ടല്ലയോ
തീവ്രവാദി എന്ന പേര് കേട്ടത് ഈ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ? പാതിരാത്രികൾ ഉറക്കമൊഴിച്ചത് 3 ദിവസത്തിന് മുമ്പ് അപ്പുറത്ത് നൗസാദ് ബാക്കവി സംസാരിച്ച പോലെ കേട്ടവരാ. അന്ന് നിങ്ങൾ ഉറക്കമൊഴിഞ്ഞു, ഇന്നും നിങ്ങൾ ഉറക്കമൊഴിയുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുന്ദരമായി മരിക്കുന്നത് വരെ ഉറക്കം കെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി അള്ളാഹു നാളെ സ്വർഗത്തിലും ഉറങ്ങാ, ഖബറിൽ പുതുമാരനെ പോലെ ഉറങ്ങാ തൗഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മറവെന്ന് മാറ്റുമ്പോ പടച്ചോനെ നമ്മൾ കാണുകയാണ്, അള്ളാഹയെ കാണുന്നു. അള്ളാഹു എങ്ങനെയാണ് പറയാൻ ആർക്കും തന്നെ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് മാത്രമേ പടച്ചോനെ കണ്ടിട്ടുള്ളൂ. അതും അള്ളാഹു അങ്ങോട്ട് വിളിച്ച് കാണിച്ചു കൊടുത്തതാ. എന്നാൽ ആ പടച്ചോനെ നാളെ സ്വർഗത്തിൽ പോകുമ്പോ ഈ യുവാക്കളെ നിങ്ങൾക്ക് കാണാ. അതിനുവേണ്ടി കണ്ണിനെ പാകപ്പെടുത്തിക്കോ. എന്റെ ഉമ്മോ പെങ്ങളെ, നിനക്ക് അള്ളാനെ കാണണോ? ആ കണ്ണുകൊണ്ട് ഹറാമ് മാറ്റി വെച്ചോ പെങ്ങളെ. അള്ളാനെ കാണുമ്പോ പടച്ചതമ്പുരാന്റെ അങ്ങോട്ട് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, അള്ളാഹു ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിൽക്കുന്ന എന്നോട് നിങ്ങളോടും ഒരു വാക്ക് പറയുകയാണ്. വികാരം വരണ്ടേ, രോമാഞ്ചമണിയണ്ടേ പെങ്ങളെ, സഹോദര. അള്ളാഹു നമ്മുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സ്വർഗാവകാശികളെ, അസ്സലാം അസ്സലാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തഹിയ്യതും യൗമ യൽഖൗനഹു സലാം. സൂറത്തുൽ അഹ്സാബ്, തഹിയ്യതും യൗമ യൽഖൗനഹു സലാം. അല്ലാഹു നമ്മളെ കാണുമ്പോ അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നു.